നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായ അതിക്രൂരമായ കൊലപാതകം 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ കീഴടക്കി കോട്ടയം പോലീസ്. അപ്പൊ എന്തായാലും പ്രതി, അതായത് ഇവരുടെ ഈ കൊല്ലപ്പെട്ട ദമ്പതികളുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന വ്യക്തിയാണ് പ്രതി എന്നത് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ്. അപ്പൊ എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം, ഇത്രയും ക്രൂരമായി വൈരാഗ്യത്തോടെ കൊലപ്പെടുത്താനുള്ള കാരണങ്ങൾ എന്താണ് എന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ പ്രതി പറയുന്നത് കുടുംബജീവിതം തകർത്തു എന്നതിന്റെ പേരിലുള്ള ഒരു വൈരാഗ്യം, അതിന്മേലുള്ള ഒരു കൊലപാതകം, അങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ. അതെ, തൃശൂർ മാളയിൽ നിന്നാണ് ഈ പ്രതി പിടിയിലായത്. അതും ഈ അസം സ്വദേശികളൊക്കെ തിങ്ങി പാർക്കുന്നിടത്ത് നിന്ന് തന്നെയാണ് ഇയാളെ പിടിയിലായത്. കോഴി ഫാമിൽ നിന്നാണ്. അതെ. അപ്പോ ഇയാള് മെയിനായിട്ട് പോലീസ് നൽകിയ മൊഴിയിൽ പറയുന്നത്, ഇയാൾ ഏകദേശം ഈ വീട്ടിൽ നിന്ന് ഒരു ഐഫോൺ കട്ടെടുത്തിരുന്നു. ഈ ഐഫോണിൽ നിന്ന് 1 കോടിയുടെ ട്രാൻസാക്ഷൻ ആണ് ഇയാള് നടത്തിയിരുന്നത്. അപ്പോ ഇത് CCTV-യിലൂടെ കണ്ടുകൊണ്ട് ഈ പറയുന്ന വിജയകുമാർ പോലീസിൽ പരാതി നൽകുന്നു. ഈ പരാതി നൽകുമ്പോൾ ഈ സമയത്തൊക്കെ ഇയാളുടെ സ്വദേശത്തായിരുന്നു. അപ്പോൾ അവിടേക്ക് എത്തിയാണ് ഇയാളെയും ഇയാളുടെ ഭാര്യനെയും പോലീസ് പിടികൂടിയത്. ഈ വീട്ടിലൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇയാൾക്ക് അസുഖമായപ്പോൾ കണ്ടിന്യൂസ്ലി ഒരു 15 ദിവസത്തോളം ലീവായിരുന്നു. ആ സമയത്താണ് ഈ ഇന്ദ്രപ്രസ്ഥയില് ജോലി ചെയ്തിരുന്ന ഈ അമിത് ഈ വീട്ടിലേക്ക് ചെറിയ സഹായത്തിനൊക്കെ എത്തിയിരുന്നത്. അപ്പോൾ ഈ സമയത്ത് പ്രതി തന്റെ ഭാര്യനെയും ഇവിടേക്ക് കൊണ്ടുവരുന്നു. പിന്നെ പെട്ടെന്നാണ് ഇരുവരും ചേർന്ന് ഇവിടുന്ന് മുങ്ങിയത്. പിന്നീടാണ് CCTV പരിശോധിച്ചപ്പോൾ ഇത്തരത്തിലൊരു ഐഫോണ് ഇവർ മോഷ്ടിച്ചതായും 1 കോടിയുടെ ട്രാൻസാക്ഷൻ നടത്തിയതായിട്ടൊക്കെ മനസ്സിലായത്. പിന്നീട് ഇവിടേക്ക് വളരെ സാഹസികമായി തന്നെ പോലീസ് എത്തുന്നു. ഭാര്യനെയും ഭർത്താവിനെയും അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പൊക്കെ നടത്തുന്നു. ഇത്തരത്തിൽ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ ഇയാൾ തന്നെയാണ് ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്നൊക്കെ മനസ്സിലായി. ഇതിനു മുന്നേ തന്നെ നമ്മൾ പറഞ്ഞു, ഈ ഒരു വിഷയം പറയുന്നതിന് മുന്നേ തന്നെ വേറൊരു കാര്യം പറയണം. കാരണം ഈ അമിത് ആദ്യമായിട്ടൊന്നുമല്ല ഈ കൂറ്റൻ മതിൽ കടന്ന് ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഇതിനു മുൻപും, അതായത് ഈ ഐഫോൺ കൈക്കലാക്കാനായിട്ട് ഇതിനു മുൻപും ഇയാൾ ശ്രമിച്ചിരുന്നു. ഇയാള് ഈ വീട് ഒരു ഇലക്ട്രിക് ഗേറ്റ് ഒക്കെയാണ്, റിമോട്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഈ കൂറ്റൻ മതിൽ ചാടിക്കടന്നാണ് ഇയാൾ വീട്ടിലേക്ക് എത്തിയത്. അന്ന് ഐഫോൺ മോഷ്ടിക്കുമ്പോഴും അത് തന്നെയാണ് ചെയ്തത്. ഈ കൊലപാതകങ്ങൾ നടത്തുമ്പോഴും ഇയാൾ അത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇയാൾ ഈ ഐഫോൺ മോഷ്ടിക്കുന്നു, ഇത് വിജയകുമാർ കണ്ടെത്തുന്നു, കേസ് കൊടുക്കുന്നു. അവസാനം 5.5 മാസത്തോളം ഇയാൾ ജയിലിലായിരുന്നു. ഇതിനിടയ്ക്ക് ഇയാളുടെ ഭാര്യ ഇത്തരത്തിൽ ഇയാൾ ഒരു ക്രിമിനലായി ജയിലിലായി. അവസാനം ഇയാളുടെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇത് ഇയാൾക്ക് ഭയങ്കരമായിട്ടൊരു വൈരാഗ്യത്തിന് കാരണമായി മാറി. കാരണം തന്നെ കേസിൽ പ്രതിയാക്കി, തന്റെ ഭാര്യ കളഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ തന്റെ കുടുംബജീവിതം താറുമാറാക്കി എന്നതിന്റെ പേരിൽ ഇയാൾക്കൊരു വൈരാഗ്യം കൊണ്ടാണ് ഏത് വിധേനയും ഇവരെ കൊലപ്പെടുത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പ്രതി ഇവിടെ വരുന്നത്. ഈ പ്രതി കഴിഞ്ഞ ശനിയാഴ്ച മുതൽ തന്നെ നഗരത്തിലെ ഒരു ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു. ഇതിനിടയിൽ പല തവണയും വിജയകുമാറിന്റെ വീടിന്റെ പരിസരത്തൊക്കെ എത്തി കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു. തിങ്കളാഴ്ച രാവിലെയോടെ ലോഡ്ജിൽ നിന്നും റൂം വെക്കേറ്റ് ചെയ്തു. വൈകിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി. രാത്രിയോടെയാണ് ഈ കൃത്യം നടത്താനായി വീട്ടിലേക്ക് എത്തിയത്. അപ്പോ ഈ സമയത്ത് ഇവര് 2 വളർത്തുനായ്ക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരു വളർത്തുനായ ചത്തുപോയി. പിന്നെ ഈ ചത്തുപോയ നായയ്ക്ക് പകരം മറ്റൊരു നായയെ ഇവര് വാങ്ങിയിരുന്നു. പക്ഷെ ഈ നായക്ക് പരിചയമുള്ള ഒരാളായതുകൊണ്ട് ആ സമയത്ത് അവിടെ കുരച്ചിരുന്നില്ല. അത് മാത്രല്ല, നായ്ക്ക് എന്തോ കൊടുത്തിരുന്നു. കാരണം 2 നായ്ക്കളും അവശതയിലായിരുന്നു. അപ്പോൾ ഇയാൾ വീട്ടിലേക്ക് വരുന്നു, മതിൽ ചാടി കടന്ന് വരുമ്പോ ഒരു അമ്മിക്കല്ലൊക്കെ ആദ്യം എടുക്കുന്നുണ്ട്. അത് ഡോർ തുറക്കാൻ എടുക്കുന്നെങ്കിലും പക്ഷെ പ്രതി അത് ഉപയോഗിച്ചില്ല. പകരം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ജനാല ഒരു ദ്വാരം ഉണ്ടാക്കുന്നു. അതുവഴി തന്നെ ഈ ഡോർ തുറന്ന് അകത്തേക്ക് കയറുകയാണ്. പിന്നീടാണ് ഈ കോടാലി ഉപയോഗിച്ചുകൊണ്ട് ഈ 2 പേരും അതിക്രൂരമായി തന്നെ കൊലപ്പെടുത്തുന്നത്. പക്ഷെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇവരുടെ വസ്ത്രമൊക്കെ ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഈ കേസ് അന്വേഷണത്തെ വഴിതെറ്റിക്കാനായി പ്രതി ഉപയോഗിച്ചൊരു ബുദ്ധിയായിരുന്നു. പക്ഷെ ഇയാൾ തന്നെയാണ് എന്ന് പിന്നീട് മനസ്സിലാവുകയായിരുന്നു. ഈ ചുവരിൽ തന്നെ ഈ പറയുന്ന അമിത് എന്നും ഹാദിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുവരിൽ തന്നെ ചില ഹിന്റുകളൊക്കെ എഴുതിയിരുന്നു.
ഈ പ്രതി ഈ വീട്ടുമുറ്റത്ത് തന്നെ നമുക്കറിയാം, ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ തന്നെ എത്ര കോടികളെ വിലമതിപ്പുള്ള വസ്തുക്കളാണ് ആ വീട്ടിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. ഈ വീട്ടുമുറ്റത്ത് തന്നെ ചന്ദനമുണ്ട്, രക്തചന്ദനമുണ്ട്, ചെമ്പകമുണ്ട്, ദേവദാരുണ്ട്, അങ്ങനെ പല വൃക്ഷങ്ങളുണ്ട്. അപ്പൊ അതുകൂടാതെ വിലപിടിപ്പുള്ള പലതും അവിടെ ഉണ്ടായിട്ട് പോലും അതൊന്നും തൊടാതെ 3 ഫോണുകളാണ് ഈ പ്രതി മോഷ്ടിച്ചിരിക്കുന്നത്. കൂടാതെ CCTV DVR മിസ്സിംഗ് ആണ്. എടുത്തോണ്ട് പോയി. അപ്പൊ ഇതെല്ലാമായിട്ടാണ് ഈ പ്രതി ഇവിടുന്ന് കടന്നിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ 3 ഫോണുകളും ഈ ഒരു CCTV DVR ഇവിടെ നിന്ന് ഇയാൾ കടത്തിക്കൊണ്ടുപോയെന്നുള്ള ചോദ്യം ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഇവിടെയാണ് മകന്റെ മരണത്തിൽ ദുരൂഹതയും ഏറുന്നത്. കാരണം മകൻ 7 വർഷങ്ങൾക്ക് മുൻപാണ് കൊല്ലപ്പെട്ടതെന്ന് തന്നെ നമുക്കിപ്പോ പറയേണ്ടി വരും. കാരണം ഈ പോലീസ് പ്രാഥമികമായി ആ സമയത്ത് ലോക്കൽ പോലീസ് പറഞ്ഞത് ഇതൊരു സൂയിസൈഡ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു പിതാവ് തന്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാനായി ഈ പറയുന്ന CBI ഈ കേസ് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് 5 വർഷത്തോളമാണ് നിയമ പോരാട്ടം നടത്തിയത്. ഏറ്റവും ഒടുവിലായിട്ടാണ് CBI കേസ് ഏറ്റെടുത്തത്. CBI ഇതില് തെളിവ്, അതായത് ഇത് നടന്നത് ഒരു കൊലപാതകമാണ് എന്ന് തെളിയുമെന്ന് ഉറപ്പായപ്പോൾ മറ്റാരോ ഈ പറയുന്നത് പോലെ തന്നെ അമിതിനെ വെച്ചുകൊണ്ട് ഇവിടെ കളിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം കോടാനുകോടികളുടെ സ്വത്തിന്റെ ഉടമയാണ്, ആ ഉടമയുടെ മകനാണ് ഈ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ കാറിനുള്ളിൽ തന്നെ രക്തം തളം കെട്ടിയ നിലയിലായിരുന്നു. കൂടാതെ ശരീരത്ത് നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു, അതും ആഴത്തിലുള്ള പല മുറിവുകളും ഉണ്ടായിരുന്നു. അപ്പോ ഇതൊക്കെ സ്വന്തമായിട്ട് ഈ പറയുന്ന ഗൗതം ഉണ്ടാക്കി എന്നാണ് ലോക്കൽ പോലീസ് ആദ്യം പറഞ്ഞത്. പക്ഷെ ഒരിക്കലും മരണവെപ്രാളത്തിനിടയ്ക്ക് തന്റെ ശരീരത്തെ അതിക്രൂരമായി വേദനിപ്പിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. ഇതിൽ തന്നെ ഗൗതമിന് മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നരഹത്യാ സാധ്യത അന്വേഷിക്കണമെന്ന നിരീക്ഷണങ്ങളുടെ ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് ഈ കേസ് CBIക്ക് വിട്ടത്. അപ്പൊ CBI കേസ് മാർച്ച് 21-നാണ് ഏറ്റെടുത്തത്. അതിനുശേഷം നടന്ന ഈ ഗൂഢാലോചനയാണ് ഈ ഒരു ഇരട്ട കൊലപാതകത്തിന് കാരണമായതെന്നാണ് സംശയം ജനിപ്പിക്കുന്നത്. കാരണം ഇവർക്കറിയാം, കാരണം ഈ പ്രതിക്ക് ഇത്തരത്തിലൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇയാൾക്ക് ഈ കുടുംബത്തോട് പകയുണ്ട്. അപ്പോൾ ഇയാളെ വെച്ച് ഇവിടെ എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന് ചിലപ്പോൾ ഈ ഒരു സംഘം ചിന്തിച്ചിട്ടുണ്ടാകാം. കാരണം ഇതൊരു മാഫിയാണെന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ, അതായത് ഈ ഗൗതം എന്തോ ഒരു സംഭവം കണ്ടുപിടിക്കുന്നു, അത് പുറത്തേക്ക് വരാതിരിക്കാനായി അയാളെ കൊലപ്പെടുത്തുന്നു, എന്നിട്ട് അയാളുടെ മരണം അല്ലെങ്കിൽ ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് കൊലയാളികൾ മറഞ്ഞിരിക്കുന്നു. ഈ പിതാവ് അതിന്റെ കൊലയാളികളെ രംഗത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് CBI സമീപിക്കുന്നു. അവസാനം അത് പുറത്താകും എന്ന് കണ്ടതോടുകൂടി തന്നെ ഇത്തരത്തിൽ അമിതിനെ രംഗത്തിറക്കിക്കൊണ്ട്, അമിതിനെ വെച്ചുകൊണ്ട്, അതായത് അമിതാണ് പ്രതി എന്ന് അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു സംഘം ഇവിടെ പ്രവർത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇയാൾക്ക് ഈ അമിത്, ഈ വിജയകുമാറിന്റെ വീട്ടിലെ ജോലിക്കാരനായിരുന്ന അമിത് ജയിലിലായിരുന്നു എന്നറിയാം. ഇയാൾക്ക് അതിവേഗമാണ് ജാമ്യം കിട്ടിയത്. ചിലപ്പോൾ അമിതിനെ ഈ ജാമ്യത്തിൽ ഇറക്കിയതിന് പിന്നെ ഒരു സംഘം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അതിവേഗം ഒരു ജാമ്യം കിട്ടലായിരുന്നു. വീട്ടിൽ കഴിഞ്ഞ ദിവസം പരിശോധനയൊക്കെ പോലീസ് നടത്തിയിരുന്നു. കാരണം ഈ അവിടെ എത്തിയവര് സംശയിക്കേണ്ട ആളുകളൊക്കെ ഉണ്ടോ എന്നൊരു പോലീസ് നിരീക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. ഈ അക്രമിക്ക് മറ്റുള്ളവരുടെ സഹായമൊക്കെ ലഭിച്ചോ എന്ന സംശയമൊക്കെ ഈ നിരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു. 3 ഫോണുകളാണ് ഈ വീട്ടിൽ നിന്ന് കാണാതായത്. ചിലപ്പോൾ ഈ ഫോണിൽ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർണായക തെളിവുകൾ ഉണ്ടായിരുന്നോ, അതല്ലെങ്കിൽ കൊലയാളികളുടെ ഏതെങ്കിലും ദൃശ്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നോ, അതല്ലെങ്കിൽ ഇവര് ഉപയോഗിച്ചിരുന്ന 3 ഫോണുകളാണ്. ഇനി ഗൗതമിന്റെ ഫോണും ഇവർ ഉപയോഗിച്ചിരുന്നു എന്നത് നമുക്ക് ഡൗട്ടാണ്. ഗൗതം എന്തെങ്കിലും നിർണായകമായി കണ്ടെത്തിയ എന്തെങ്കിലും ദൃശ്യങ്ങളോ വിവരങ്ങളോ മെസ്സേജോ മറ്റെന്തെങ്കിലും ഈ ഫോണുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് നശിപ്പിക്കേണ്ടത് ആ സംഘത്തിന്റെ ഒരു ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഈ അമിതിനെ കരുവാക്കിയതാണോ? കാരണം ഇതൊരു കൊലപാതകത്തിനിടയ്ക്ക് ഈ ഫോണുകൾ, അതായത് ഒരു മോഷണത്തിന്റെ ഭാഗമായി നടക്കുന്നു, അത് കാരണം ഈ പറഞ്ഞ ഫോൺ നഷ്ടപ്പെടുന്നു, DVR നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിക്ക് ഈ ഒരു കേസിനെ ഒഴിപ്പിക്കാനായിരിക്കാം ഇതിന്റെ ഒരു ഭാഗമായി നടക്കുക. കാരണം ആ വീട്ടില് വിലപിടിപ്പുള്ള പലതും ഉണ്ടായിട്ടും അതൊന്നും നഷ്ടപ്പെട്ടില്ല, സ്വർണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഫോണുകൾ മാത്രമായി നഷ്ടപ്പെടുക, ഈ DVR മാത്രമായിട്ട് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ഈ അമിതിന് മാത്രമായിട്ട് ഈ കൊലപാതകങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇപ്പോ ഒന്നിൽ കൂടുതൽ പേർ അവിടെ ഉണ്ടായിരിക്കാം. കാരണം ഇത്രയും വലിയൊരു വീട്ടിൽ ഒരു നിലവിളി ശബ്ദം പോലും പുറത്തു കേൾക്കാനാകാത്ത വിധത്തിൽ ആദ്യം നായകളെയൊക്കെ മയക്കുന്നു, അതിനുശേഷം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ദ്വാരം ഉണ്ടാക്കുന്നു, ഡോറ് തുറക്കുന്നു, വീട്ടിനുള്ളിലേക്ക് കയറുന്നു. കാരണം രണ്ടുപേരെ രണ്ടിടത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം വസ്ത്രങ്ങളൊക്കെ മാറ്റുന്നു, ചുവരിലൊക്കെ ചില പേരുകളൊക്കെ എഴുതി വെക്കുന്നു. ഇതൊക്കെ അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണ്. ഒരു അസം സ്വദേശിക്ക് ഇത്രയും ക്രിമിനൽ മൈൻഡോട് കൂടി ചിന്തിക്കാൻ കഴിയുമോ എന്ന് തന്നെ നമുക്ക് സംശയകരമാണ്. തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ഒന്നിലേറെ പേർ ഉണ്ട് എന്നത്
വ്യക്തമാണ്. ഏത് സാധാരണ മനുഷ്യനായിരുന്നാലും സംശയം തോന്നും, ഇത്ര മാരകമായ മുറിവ് സ്വന്തം ശരീരത്തിൽ ഉണ്ടാക്കിയ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയുമെന്ന്. കാരണം അത്രയ്ക്ക് മാരകമായ മുറിവുകളാണ് ഈ ഗൗതമിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ തന്നെയായിരുന്നു ആ പിതാവിന്റെ സംശയങ്ങളും. കാരണം ഈ കാറിനുള്ളിൽ വെച്ച് ഇത്ര മാരകമായ മുറിവ് ഏൽപ്പിച്ചതിനു ശേഷം അവിടെ നിന്നും വീണ്ടും കാറിൽ നിന്ന് ഇറങ്ങി റെയിൽവേ ട്രാക്കിനടുത്ത് പോയി ആത്മഹത്യ ചെയ്യാൻ മകന് ഒരിക്കലും കഴിയില്ല എന്നാണ് ആ പിതാവ് പറഞ്ഞത്. ഈ നിരീക്ഷണങ്ങളൊക്കെ നരഹത്യാ സാധ്യത അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നിരീക്ഷണങ്ങളോടുകൂടിയാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഈ കേസ് CBIക്ക് വിട്ടത്. ഇതിനുശേഷമാണ് ഈ ഒരു കേസ് CBIക്ക് വിട്ടു, തങ്ങൾ പിടിയിലാകുമെന്ന് കരുതിക്കൊണ്ട് ഈ അമിതിനെ രംഗത്തേക്ക് ഇറക്കിയതാണ് സ്വാഭാവികമായിട്ടും സംശയം ജനിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും സംശയങ്ങൾ ആ രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അമിതിന് പിന്നിൽ മറ്റൊരാൾ ഉണ്ട് എന്നൊരു സംശയം തുടക്കം മുതൽ തന്നെ ശക്തമാണ്. ഇപ്പോൾ ആ ഒരു സംശയം എത്തിയിരിക്കുന്നത് അമിതിന്റെ സഹോദരനിലേക്കാണ്. കാരണം ഇപ്പോ കോട്ടയത്ത് നിന്നും ഇയാൾ കൊലപാതകം നടത്തുന്നു, ഇയാൾ പിടിയിലാകുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. എങ്ങനെ തൃശ്ശൂരിലേക്ക് എത്തിയെന്നത് അവിടെ ഈ അമിതിന്റെ സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പൊ സഹോദരന്റെ അടുത്തേക്കാണ്, അയാളുടെ അടുത്തേക്കാണ് തൃശ്ശൂരിലേക്ക് പോയത്. അപ്പൊ ഈ സഹോദരൻ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ, പിന്നിൽ സഹോദരനുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ശക്തമാണ്. അപ്പൊ ആ രീതിയിലും അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ SP പറയുന്നത് നേരിട്ട് കൊലപാതകം നടത്തിയത് ഈ അമിത് മാത്രമാണ്, പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു കൊടും പകയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോ ഇയാളെ പിടികൂടിയതിനു ശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ഇന്നലെ ഈ ഒരു കാര്യം നമ്മളിങ്ങനെ ആ മുഖമൊക്കെ വല്ലാതെ വികൃതമാക്കി കളഞ്ഞു. അപ്പൊ അത്രയും പകയോടെ അത്രയും ക്രൂരതയോടെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഇപ്പൊ കൊലപാതകം നടത്തുന്ന കൊലയാളിക്ക് കൊലപാതകം മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ കൊല്ലാം പോകാം. പക്ഷെ ഇത് മുഖം വികൃതമാക്കുന്നു, വസ്ത്രം ഉരിയുന്നു, അങ്ങനെ കൊടും പക തീർത്തിരിക്കുകയാണ് ആ മൃതദേഹങ്ങളോട്. അപ്പൊ അത്രയും പകയോടെയാണ് കൊലയാളി കൊല നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇയാള് ഈ ഓഡിറ്റോറിയത്തിൽ ഇയാളുടെ ഒരു പെൺ സുഹൃത്തും ജോലി ചെയ്തിരുന്നു. ഇവർ ഒന്നിച്ചായിരുന്നു വിജയകുമാറിന്റെ എന്ന മുതലാളിക്ക് കീഴിൽ പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോ ഇതിനിടയിൽ ഇയാള് മൊബൈൽ മോഷ്ടിച്ചതിന് അറസ്റ്റിലാകുന്നു, ജയിലിൽ പോകുന്നു. ഇതിനിടയിൽ ഇയാളുടെ പെൺ സുഹൃത്ത് പിണങ്ങിപ്പോകുന്നു. അപ്പോ ഇത്തരത്തിൽ തന്റെ കുടുംബം തകർത്തത് വിജയകുമാറാണ്, ഈ സാഹചര്യങ്ങളാണ്, ഇതാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. അത് ആ ഒരു പകയാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു സംശയവും നിലവിൽ ശക്തമാണ്. ഈ അമിത് ഫോൺ ഹാക്ക് ചെയ്യാൻ വിദഗ്ധനാണെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ കൈവശം ഏകദേശം 11ഓളം ഫോണുകൾ യൂസ് ചെയ്തിരുന്നു. ഒരു മനുഷ്യനാണ് 11ഓളം ഫോണുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഇയാളുടെ മറ്റു ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. ഇയാളെ പോലീസ് പിടിക്കാൻ കാരണമായത് പോലും ഇയാള് ഫോൺ യൂസ് ചെയ്യുന്ന ഒരു സംഭവം കൊണ്ടാണ്. കാരണം ഈ വിജയകുമാറിന്റെ ഫോണിൽ നിന്ന് കോണ്ടാക്ട് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ ഗൂഗിൾ മെയിൽ കാരണമാണ് ഇയാൾ പിടിക്കപ്പെട്ടത്. അപ്പോൾ ഫോൺ ഓൺ ആക്കിയപ്പോഴാണ് ശരിക്കും ഫോൺ ഓൺ ആക്കിയത് തന്നെ ശരിക്കും ഇയാളെ പിടികൂടാൻ പോലീസിന് ഒരു കച്ചി തുരുമ്പായിട്ട് മാറിയത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതെ, ഗൂഗിൾ അക്കൗണ്ടിൽ നിന്നാണ് ഈ നമ്പറൊക്കെ മാറ്റാൻ ശ്രമിച്ചത്. അതാണ് ഈ കേസിൽ നിർണായകമായി മാറിയതും ഇയാളെ പിടിക്കുന്നതിലേക്ക് എത്തിയതും. അപ്പോൾ അത്തരത്തിൽ പല ടെക്നിക്കുകളും ഇയാൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് ഒരു ഭാഗമാണ്. കൂടാതെ ഇതിൽ അമിതിന്റെ വൈരാഗ്യവും തീർക്കുന്നു. കൂടാതെ ഗൗതമിന്റെ കൊലപാതകത്തിന് പിന്നിലെ സത്യം മറഞ്ഞിരിക്കാനായി മറ്റു ടീമുകളും പ്രവർത്തിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അമിതിനെ മുന്നിൽ നിർത്തിയാണ് മറ്റു സംഘങ്ങൾ മറഞ്ഞിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്നും തീർച്ചയായിട്ടും വ്യക്തമാണ്. കാരണം ആ നാട്ടുകാർ പോലും ഇത് സംശയിക്കുന്നുണ്ട്. കാരണം നിസ്സാരമായ ഒരു അസം സ്വദേശിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു കൊലപാതകങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ആർക്കും ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം അയാളൊരു സാധുവായ മനുഷ്യനാണ്. ഈ പറയുന്ന കോടികളുടെ ആസ്തി ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു സാധുവായ മനുഷ്യനാണ്. തന്റെ മകന്റെ മരണത്തോടുകൂടി അത് അയാളുടെ ബിസിനസിനെ പോലും ബാധിച്ചു എന്നാണ് വക്കീൽ പോലും പറയുന്നത്. കാരണം അത്രത്തോളം മക്കളെ സ്നേഹിച്ചിരുന്ന ഒരു പിതാവായിരുന്നു. അപ്പോൾ തന്റെ മകന്റെ മരണത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി അദ്ദേഹം 5 വർഷമാണ് ഓടി അലഞ്ഞത്. ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ മാസം ഇത്തരത്തിലൊരു വിധി വന്നത്. ആ വിധിയോടുകൂടി അദ്ദേഹം സന്തോഷവാനായിരുന്നു. പെട്ടെന്നാണ് എല്ലാം തകിടം മറിച്ചുകൊണ്ട്, അതും ഇവരുടെ മകൾ വിദേശത്താണ്, വിദേശത്തുള്ള ഒരാളെയാണ് കല്യാണം കഴിച്ചത്. അപ്പൊ നാട്ടിലേക്ക് അവർ വരാനിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പെട്ടെന്നൊരു കൊലപാതകം ഉണ്ടായത്. അപ്പോൾ അതൊരു കരുതിക്കൂട്ടിയുള്ള ഒരു പ്ലാനിങ് തന്നെയായിരിക്കണം. ഇത് അറിയാവുന്ന, അതായത് കുടുംബത്തിൽ തന്നെയുള്ള അറിയാവുന്ന മറ്റാരെങ്കിലും ആകാനായിരിക്കും സാധ്യത. കാരണം മകൾ വരുന്നതിന് മുമ്പേ ഈ ഒരു കൃത്യം നടപ്പിലാക്കണം. CBI അന്വേഷണം, അതായത് ഇവരുടെ മൊഴിയൊക്കെ എടുക്കാനിരിക്കുകയായിരുന്നു കൊലപാതകം നടന്നത്. അപ്പൊ ഇവരുടെ മൊഴി ലഭിക്കാൻ പാടില്ല. ഫോണിൽ നിർണായകമായ എന്തോ തെളിവുകളുണ്ട്.
ഇത് അറിയാൻ പാടില്ല, അതിന് അമിതിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടെ അമിതിന്റെ വൈരാഗ്യവും തീരുന്നു, മറ്റുള്ളവർ മറഞ്ഞിരിക്കുന്നു. അത്തരത്തിലൊരു സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. പിന്നെ അവരുടെ അത്തരത്തിലൊരു നിഗമനത്തിലാണ് ആയിരിക്കുന്നത് പോലീസ് അല്ലെ, അങ്ങനെയും ആകാമെന്നൊരു നിഗമനം നാട്ടുകാരടക്കം ഇത്തരത്തിൽ പല കാര്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പൊ കേസ് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിലവിൽ പോലീസ് പറയുന്നത് ഈ അമിതിന് ഈ പറയുന്ന ഗൗതമിന്റെ മരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പകയുടെ പേരിലാണ്, അതായത് തന്നെ പ്രതിയാക്കി ജയിലിൽ അടച്ചുവന്നതിന്റെ ആ ഒരു പകയിലാണ് ഈ കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ പോലീസ് പറയുന്നതിനെ അപ്പാടെ നമുക്ക് അവിടെയുള്ള നാട്ടുകാർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം നാട്ടുകാർ ഇത്തരത്തിൽ പല കാര്യങ്ങളും മുന്നിൽ വെക്കുകയാണ്. ഇന്ന കാര്യങ്ങളുണ്ട്, പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന അമിത് മാത്രമാണ് ഇതിൽ പ്രതിയാവുക എന്നാണ് നാട്ടുകാരടക്കം ഉന്നയിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയിലേറ്റ ക്ഷതം കാരണം രക്തസ്രാവം ഉണ്ടായി, ഇതാണ് മരണത്തിലേക്ക് നയിച്ചത്. ഈ പരിക്കേൽപ്പിച്ച ഒരു മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ചാണ് ഈ ഒരു പരിക്കേറ്റതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. വിജയകുമാറിന്റെ നെഞ്ചിലും ക്ഷതമേറ്റിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ ഒരു വിവരങ്ങളാണ് ഉള്ളത്. മീരയുടെയും മരണത്തിന് കാരണം തലക്കേറ്റ ക്ഷതം തന്നെയാണ്. പിന്നെ ഈ പരിക്കേറ്റപ്പോൾ തന്നെ രക്തസ്രാവം കൂടുതലായിട്ടുണ്ടായത്. ഇരുവരെയും രക്തം വാർന്നാണ് മരണമെന്നാണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് അവരുടെ വിവസ്ത്രരാക്കി അവരെ എന്നത് ഒരു ചോദ്യമാണ് അല്ലെ. അതാണ് കേസിനെ വഴിതെറ്റിക്കാനായിരുന്നു അത്തരത്തിൽ പ്രതി ആ ഒരു കൃത്യം ചെയ്തത്. കാരണം എന്തുകൊണ്ടാണ് അവിടെ ഒരു മോഷണ ശ്രമം നടന്നിട്ടില്ല, പക്ഷെ വിവസ്ത്രരാക്കി, അത് കേസിനെ വഴിതെറ്റിക്കാനായി പ്രതി ഉപയോഗിച്ച ഒരു ബുദ്ധിയാണ്. പക്ഷെ അതവിടെ പാളിപ്പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ എങ്കിൽ പോലും പല ദുരൂഹതകളും ഇതിലുണ്ട്. കാരണം ഗൗതമിന്റെ കേസ് അടക്കം അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ആ മകന് നീതി നേടണമെന്ന് കരുതിയ മാതാപിതാക്കൾ ദാരുണമായി കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ. ഇനി ആകെയുള്ള ഒരു സഹോദരിയാണ്. ഇനി സഹോദരിയെ ആരെങ്കിലും അപായപ്പെടുത്തുമോ എന്ന് പോലും പലരും സോഷ്യൽ മീഡിയയിൽ കമന്റുകളായി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയ ഒരുപാട് ഘടകങ്ങളുണ്ട് പ്രതിയെ പിടികൂടാൻ. അതായത് ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഏറ്റവും നിർണായകമായി മാറി. ഈ പ്രതി താമസിക്കുന്ന ലോഡ്ജ്, ആ ലോഡ്ജിലെ CCTV ദൃശ്യങ്ങളൊക്കെ, ഇയാള് ഈ ലോഡ്ജിൽ താമസിക്കുന്നു, അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യുന്നു. വെക്കേറ്റ് ചെയ്തപ്പോഴാണ് ശരിക്കും ശ്രദ്ധിക്കപ്പെടുന്നത്. അതായത് പെട്ടെന്ന് തന്നെ വെക്കേറ്റ് ചെയ്യപ്പെടുന്നു ആ ഒരു രീതിയിലേക്ക്. അപ്പോൾ CCTV ദൃശ്യങ്ങളും ഈ ഒരു കേസിനെ സംബന്ധിച്ച് ഈ വീടിന് സമീപത്ത് നിന്ന് തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒക്കെ കിട്ടിയിരുന്നു. അതിൽ അമിത് എന്ന പേരും ഉണ്ടായിരുന്നു. ഇതാണ് ഇയാൾ തന്നെയാണ് ഈ കൃത്യത്തിന് പിന്നിലെന്ന് ഏകദേശം ഉറപ്പിച്ചത്. പിന്നെ ഫിംഗർ പ്രിന്റ് എല്ലാം സെയിം തന്നെയായിരുന്നു. കാരണം മുൻപ് നടന്ന ക്രൈമുമായി ഇത് മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഫിംഗർ പ്രിന്റ് ഒക്കെ എല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചു ഇത് തന്നെയാണ് പ്രതി, വേറെ ആരുടെയും സഹായം ഇതിന് കിട്ടിയിട്ടില്ല എന്നൊക്കെ പോലീസ് പറയുന്നു. എങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഈ കേസിലെ CCTV ദൃശ്യങ്ങൾ നിർണായകമായി എന്ന് പറയുമ്പോൾ പലരുടെ സംശയം, CCTV ഹാർഡ് ഡിസ്ക് കൊലയാളി കൊണ്ടുപോയില്ലേ, അത് അവിടുന്ന് മോഷണം പോയില്ലേ. CCTV എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിലെ CCTV മാത്രമല്ല, പരിസരത്തെ CCTV, മറ്റ് CCTVകളൊക്കെ പോലീസ് സംഘം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ CCTV ദൃശ്യങ്ങളൊക്കെ ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല, ഈ പറയുന്നത് പോലെ അമിത് ആണ് കൊലയാളി എന്ന് എളുപ്പത്തിൽ അറിയിക്കാനായി ഈ തെളിവുകളൊക്കെ ഇവിടെ മനഃപൂർവ്വം ഉപേക്ഷിച്ചതാണോ എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവിടെ കൊണ്ടുവന്നിട്ട് പോകേണ്ട ഒരു ആവശ്യം ഈ അമിതിനില്ല. അയാളിൽ നിന്ന് അങ്ങനെ കളഞ്ഞു പോകേണ്ട ആവശ്യം, ഇത് കൃത്യമായിട്ട് അവിടെ തന്നെ എത്തിയപ്പോൾ കളഞ്ഞു പോയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അമിത് എന്നൊരു ചെറിയ മീനിനെ മുന്നിൽ ഇട്ടുകൊണ്ട് വമ്പൻ സ്രാവുകളൊക്കെ ഇതിന് പിന്നിൽ നിൽക്കുകയാണ്. കാരണം അമിത് എന്ന് പറഞ്ഞ ഒരു ഡമ്മി മാത്രമാണ്. യഥാർത്ഥ വില്ലന്മാർ ഇപ്പോഴും ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്.